ഹലോ, ബഷീർ സാറേ നമസ്കാരം. ഇതാരാണ്? സാറേ ഞാനാണ് ഫ്യൂച്ചർ സോളാറിൻ്റെ. സോളാറിൻ്റെ ആളോ? സാറേ ഇപ്പോൾ വീട്ടിലുണ്ടോ? ഞാനൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി നിൽക്കായിരുന്നല്ലോ. ഞാനിപ്പോൾ സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. നീ അകത്തോട്ട് വന്നോളൂ, ഞാൻ ഗേറ്റ് തുറക്കാം. എനിക്ക് ഈ വീടിനാണ് സോളാർ വയ്ക്കേണ്ടത്. ഇതിന് എത്ര കിലോ വാട്ട് വയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. എനിക്ക് നാളെ ഇവിടെ നിന്ന് പോകേണ്ടതാണ്. നമുക്ക് ഇതിനകത്ത് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇൻവെർട്ടർ, പാനൽ, അതിൻ്റെ ക്വാളിറ്റി, റേറ്റ്, കാര്യങ്ങൾ, പാനലിൻ്റെ എണ്ണം, വാട്ട്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇക്കാക്ക് ഇപ്പോൾ നേരത്തെ ചോദിച്ച മാതിരി സംശയം ഉണ്ടായില്ല. നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ ഈ ചുറ്റുവട്ടത്ത് തന്നെ, നമ്മുടെ ഈ ഏറ്റവും അടുത്ത് തന്നെയുള്ള സർവീസ് ചെയ്യുന്ന സൈറ്റുകൾ നമുക്ക് നേരിട്ട് പോയി കാണാം. അവർ പറയണത് നോക്കിയിട്ട് ഇക്കാക്ക് അത്ര പക്കയായിട്ട് 100% നമ്മൾ വിശ്വാസം വന്നാൽ മാത്രം നമ്മൾ ഏൽപ്പിച്ചാൽ മതി. ഇത് കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു വലിയ പ്രൊജക്റ്റാണിത്. 10-20 കിലോ വാട്ടിൻ്റെ ചെയ്യേണ്ടി വരും ഇവിടെ. അനുസരിച്ചിട്ട് ഇക്കാക്ക് അത്രയും ട്രസ്റ്റ് ആയിട്ട് അത്രയും ബെസ്റ്റ് റേറ്റ് ആണെന്ന് തോന്നിയാൽ മാത്രം ഞങ്ങൾ ഏൽപ്പിച്ചാൽ മതി. അപ്പോൾ ഇക്കാക്ക് സമയം വേണ്ടി ഏറ്റവും ബെറ്റർ ഇക്ക വന്നായിരിക്കും. വരാണെന്നുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു. എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ തിരക്കിലാണ്. എന്നാ കുഴപ്പമില്ല, ഇക്കാക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. ഞാൻ ഒരാളെ വിളിക്കാം. ബഷീർ ഖാനാണല്ലോ. ഹലോ ഹലോ, ബഷീർ ഖാ. നിഷാദ്, നീ ഇപ്പോൾ എവിടെ? ഞാൻ ഇവിടെ വീട്ടിലുണ്ട്. ഒന്ന് വീട് വരെ ഒന്ന് വരുമോ? ദേവൻ ബഷീർ ഖാ, നമ്മൾ ഈ സോളാർ വയ്ക്കുന്നതിനെ പറ്റിയിട്ടേ ഇവരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. ഏത് കമ്പനി അത്? ഞങ്ങൾ ഫ്യൂച്ചർ സോളാർ കമ്പനിയുടെ പേര് വന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ അല്ല, ഇവർ പ്രൊജക്റ്റ് ഉണ്ട് ഇവരുടെ. ആ പ്രൊജക്റ്റിൽ പോയി നോക്കിയിട്ട് അതിൻ്റെ ഗ്യാരണ്ടിയും അടുത്ത 2-3 പ്രൊജക്ട് ഉണ്ട്. അപ്പൊ സാറിന് സമയമില്ലാന്ന് പറഞ്ഞു. നമുക്കൊന്ന് നാളെ പോകാൻ നിൽക്കുന്ന ആളാണേ. അതാണ്. അപ്പൊ അത് പറഞ്ഞ് നിഷാദ് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പൊ ഒന്ന് ആൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞത്. ഞാൻ അടുത്ത് കുറച്ച് സൈറ്റുകളുണ്ട്, ഇതിന്റെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് അവിടെ പോയി കണ്ടിട്ട് വരാം. ഞങ്ങളെന്നാ ശരിയാ പോയിട്ട് വരാം. നോക്കിയിട്ട് ആളോട് സംസാരിച്ചു. ഷാദ്ക, ഇത് നമ്മുടെ സൈറ്റാണ്. നമ്മൾ ഫസ്റ്റ് ടൈമിലൊക്കെ ചെയ്ത ഒരു 3 വർഷം മുമ്പ് ചെയ്ത ഒരു സൈറ്റാണിത്. നമുക്ക് അപ്പോൾ ഇവിടുത്തെ കസ്റ്റമറെ നേരിട്ട് കണ്ട് ആളുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. സർവീസും കാര്യങ്ങളും പ്രൊഡക്ഷനും കറണ്ട് ബില്ലിന്റെ കുറവും എല്ലാം നമുക്ക് ആളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ. എന്താ ഫാമിലി വിശേഷം? നമ്മുടെ ഒരു പുതിയ കസ്റ്റമറാണ്. നമ്മളിപ്പോൾ ഒരു പുതിയൊരു വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ വന്നായിരുന്നു ആ സോളാറിൻ്റെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇപ്പോൾ പല കമ്പനിക്കാർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടണം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ ബേസിലാണ് ഇപ്പോൾ നടക്കണമല്ലോ. സർവീസാണ് നമുക്ക് മെയിനായിട്ട്. അപ്പോൾ ഇക്കാഴ്ച വെച്ചിട്ട് എത്ര നാളായി ഇപ്പോൾ നിലവിൽ? ഞാൻ വെച്ചിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ സർവീസ് നല്ല സ്ട്രോങ് ആണ്. പറയുന്ന ഞാൻ 5 കിലോ വാട്ട്. 5 അല്ലേ? പല കംപ്ലൈന്റുകളും അതിന് ശേഷം വന്നോ? എന്താ കംപ്ലൈന്റ് ഒന്നുമില്ല. ഇവര് വന്ന് സർവീസ് ചെയ്ത് തരും. അത് സർവീസ് ഒക്കെ ഉണ്ട്. സാധാരണ 6 മാസം വിളിച്ചു കഴിഞ്ഞാൽ അവരെ കിട്ടണം, മറ്റുള്ളവരെ കിട്ടണം എന്നൊക്കെ പറയാം. അങ്ങനെ ഡിമാൻഡൊന്നും പറയില്ല. അപ്പൊ നിലവില് ഇതില് എത്ര കണക്ഷൻ, ഇതില് എത്ര വീടുകളുണ്ട് കാക്ക് നിലവില്? ഈ വീടാണ് മെയിൻ ഇതിന് നടക്കുന്നത്. മറ്റത് ക്വാർട്ടേഴ്സ് ആണ്. അതിന് 2 കണക്ഷൻ കൂടി ഇതിനകത്തേക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് കരനാശം അടക്കേണ്ട വരുന്നില്ല. മിനിമം ചാർജ് മാത്രം അടച്ചാൽ മതി. മീറ്റർ കാശ് മാത്രം അടച്ചാൽ മതി. ആണല്ലേ? എന്താ വെച്ചാൽ നമ്മുടെ തന്നെ പേരിൽ കേരളത്തിൽ എവിടെ KCBയുടെ അണ്ടറിൽ എവിടെയൊക്കെ ബിൽഡിംഗ് ഉണ്ടോ നമുക്ക് അതിൽ നമ്മൾ ഉത്പാദിപ്പിക്കണം അധികം കൊടുക്കുന്ന കറണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ കുറയ്ക്കാൻ പറ്റും. വീലിംഗ് എന്നാണ് പ്രോസസ്സിന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ആളിപ്പോ 2 വർഷത്തിന് മുകളിലായിട്ട് അങ്ങനെ ചെയ്ത് 3 കണക്ഷൻ അല്ല 4 കണക്ഷൻ ഉണ്ട്. അതിനകത്തേക്ക് കൊടുക്കാനുള്ള കറണ്ട് ഇല്ല. ഇവിടുന്ന് ഉത്പാദിപ്പിച്ച് ബാക്കി 2 കണക്ഷനിലോട്ടുള്ളത് കൊണ്ട് മിനിമം ബില്ലാണ് 3 കണക്ഷൻ ആഡ് ചെയ്താണ് കൊടുക്കുന്നത്. ഇതിന്ന് ബാലൻസ് ഉള്ളതാണ്. ഇതിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് മൊത്തം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ഉണ്ടാവില്ല. അങ്ങനെ ആ ടൈമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത്. കിർലോസ്കറിന്റെ 5 kV ഇൻവെർട്ടർ, പിന്നെ ഫിൻഡറിന്റെ ABB കാര്യങ്ങളൊക്കെ വന്ന ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകളാണ്. 2 ഡബിൾ സ്ട്രിംഗ് വെച്ചിട്ട് കണക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതാണ്. അന്നത്തെ ആ ഒരു 2 വർഷം മുമ്പുള്ള ടെക്നോളജിയിൽ ഏറ്റവും പ്രീമിയം ആയിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. ഇതിപ്പോ എവിടെയാണ് പാനൽ ഫിറ്റ് ചെയ്തേക്കണേ? നമുക്ക് കാണിക്കാം. ഇതിന്റെ മുകളിലായിട്ട് ചെയ്തേക്കുന്നത് ഷീറ്റിന്റെ മുകളിലേക്കായിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് കയറി നടക്കാനുള്ള വാക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വന്ന് ഈ ലാഡറിമേട്ട് കയറാണ്. ഈ ലാഡറിൽ നിന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ സോളാറിന്റെ അടുത്തേക്ക് എത്താം. ഇപ്പൊ നമ്മൾ ഇവിടെ വച്ചേക്കുന്നത് ആ ടൈമിലത്തെ പാനലാണ്. അതായത് ഇപ്പൊ ഇതൊന്നും അല്ല. ഇപ്പൊ മോണോപ്പർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ ടോപ്പ് കോൺ എന്ന് പറയുന്ന ടെക്നോളജിയിൽ നമ്മൾ പാനൽ
യൂസ് ചെയ്യണത്. ഇതിപ്പോ മോണോപെർക്ക് പാനൽ എന്ന് പറഞ്ഞിട്ട് ഒരു പാനലാണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അത് ലൈറ്റ്നിങ് അറസ്റ്റർ കൊടുത്തേക്കുന്നത് മൾട്ടി സ്പൈക്കിന്റെ തന്നെ, എന്നിട്ട് അത് സെപ്പറേറ്റ് ഇറക്കിയ കാര്യങ്ങൾ. പിന്നെ സ്ട്രക്ചറാണ് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത്. കണ്ടോ വാക്വേ നമ്മൾ 3 പേര് കയറി നമുക്ക് ചെയ്യാം. നമ്മളപ്പോ സ്ട്രക്ചറിന്റെ ക്വാളിറ്റി ചോദിച്ചില്ലായിരുന്നു, പാനൽ മൗണ്ട് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ. ഇതിപ്പോ ഒരു ഏകദേശം 2 വർഷവും ഒരു 7 മാസവും ആയിട്ടുള്ള ഒരു സൈറ്റാണ്. ക്യാമറമാനും കൂട്ടി 3 പേര് നിൽക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ആട്ടം കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇത്ര ഹൈറ്റിലാണ് കൊടുത്തേക്കുന്നത്. ഷീറ്റ് ഷെയ്ഡിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഒരു ഷീറ്റിന്റെ മുകളിലാണ് ഈ സാധനം ചെയ്തേക്കുന്നത്. നമ്മളൊരു വീടിന്റെ ഷീറ്റിന്റെ മുകളിൽ കൂടി നടക്കണേന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. പോളായിട്ട് നമ്മളൊരു ഏകദേശം ഒരു വർഷത്തിനടുത്തായി ഇവിടെ സോളാർ വെച്ചിട്ട് ഒരു 8 മാസത്തോളം ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വന്നായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലാണല്ലോ നമ്മൾ. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ സോളാർ കമ്പനികളുണ്ട്, പലരും വന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ സർവീസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കറക്റ്റായി കിട്ടണല്ലോ. അപ്പോൾ അത് നമുക്ക് ഏത് കമ്പനിയുടെ വയ്ക്കണം, എങ്ങനെ വയ്ക്കണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ചേട്ടൻ ഇവരുടെ കമ്പനി വെച്ചിട്ട് എങ്ങനെയുണ്ട് ചേട്ടൻ്റെ ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ അവർ വന്നു, അവർ പറഞ്ഞ സമയത്ത് തന്നെ അത് ചെയ്തു തന്നു. എനിക്ക് മറ്റേ അതിന്റെ കണക്ഷൻ കിട്ടുന്നവരെ എല്ലാം നല്ല സൗകര്യത്തിലാണ്, സാറ്റിസ്ഫൈഡ് ആണ്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വേറെ സർവീസ് കാര്യങ്ങളൊക്കെ സർവീസ് ഇപ്പോൾ ഒരു 1 ഡേ കഴിഞ്ഞപ്പോൾ അത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ എൻ്റെ അനിയൻ്റെ അടുത്താണെങ്കിലും അവർ പേഷ്യൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. എനിക്കിപ്പോൾ അവർ അതിന് നല്ല മെറ്റീരിയലൊക്കെ നമ്മൾ അവർ പറഞ്ഞ രീതിയിൽ. അല്ല, നിങ്ങളൊക്കെ ഓൾറെഡി ഇത് ഇങ്ങനത്തെ ഒരു മേഖലയിലുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ. ക്വാളിറ്റിയുള്ള സാധനം മെറ്റീരിയലൊക്കെ ഇപ്പോഴത്തെ ഈ കോമ്പറ്റീഷൻ ഇതിലാണ് നടക്കുന്നത്. അപ്പോൾ വില കുറഞ്ഞ് കിട്ടും, സാധനത്തിന്റെ ക്വാളിറ്റി കുറയ്ക്കില്ല, അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടികളാണ് ഇപ്പോൾ പല കമ്പനികളും നടത്തുന്നത്. അപ്പോൾ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ അവരത് ചെയ്തത്. ഒരു 5 കിലോവാട്ട് വർക്കാണത്. ഇപ്പോൾ ഇവിടത്തെ ഉപയോഗിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ ടാറ്റ ജിയുടെ സ്ട്രക്ചറാണിത്. PCC ഫൂട്ടിങ് കോൺക്രീറ്റ് ചെയ്ത് കാല് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നടക്കാൻ ഒരു വാക്വേ കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും നമുക്ക് അവിടെയും വരാം. 10 കിലോവാട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഡബിൾ വരും. പാനൽ കപ്പാസിറ്റി 18 പാനൽ കാര്യങ്ങളൊക്കെ വരും. ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് മോണോപെർക്ക് ഹാഫ് ബൈഫേഷ്യൽ പാനലാണ് അദാനിയുടെ. നമ്മൾ അവിടെ കണ്ടത് കിർലോസ്കർ ആയിരുന്നു. ഇതിപ്പോ ഓൾമോസ്റ്റ് ഒരു 8 മാസം ആവണം ഇവിടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ലേറ്റസ്റ്റ് മോഡലാണ്. ലേറ്റസ്റ്റ് മോഡൽ അദാനിയുടെ ടോപ്പ് കോൺ പാനലാണ് വെച്ചേക്കുന്നത്. ടാറ്റ GIയുടെ പൈപ്പാണ് സ്ട്രക്ചറിന് ഉപയോഗിച്ചേക്കുന്നത്. അറിയാലോ, GI ഗാൽവനൈസ്ഡ് ആണ്, തുരുമ്പ് പിടിക്കാത്ത ടൈപ്പ്. അതാണ് നമ്മൾ അവിടെ ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ സ്ട്രക്ചറിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു നടക്കാൻ വാക്വേ, എല്ലാ പാനൽ സെൻട്രിൽ കൂടെ എല്ലാത്തും ആക്സസ്, കഴുകാൻ ആക്സസ് ആയിട്ടുള്ള ഒരു രീതിയിൽ കയറി വരാൻ ഒരു ലാഡർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു 6 അടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതായത് താഴെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഈ വാർക്കയുടെ സ്പേസ് ഒട്ടും പോകാണ്ട ഞങ്ങളുടെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. ഇത് എത്ര ഹൈറ്റിൽ നമുക്ക് ചെയ്യണമെന്നുണ്ട്, ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മിനിമം 1.5 മീറ്റർ ബൈഫേഷ്യൽ പാനൽ വരുമ്പോൾ വേണം. ഈ പാനലാണെന്നുണ്ടെങ്കിൽ കാരണം റിഫ്ലക്റ്റഡ് ലൈറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പാനൽ കുറച്ച് ഹൈറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അതിനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ 2 ഗുണമുണ്ട്. ഒന്ന്, വാർക്കയുടെ ഏരിയ പോകില്ല, നമുക്ക് അതിൽ കൂടെ നടക്കാനും കാര്യങ്ങൾക്കുള്ള സ്പേസ് എല്ലാം ഉണ്ട് അതിനകത്ത്. സാധാരണ നമ്മൾ കണ്ടേക്കുന്നത് താഴെയായിട്ടാണ്. അപ്പോൾ ആ സ്പേസ് നമുക്ക് നഷ്ടപ്പെടാണ്. നമുക്ക് ഇവിടെ നമുക്ക് ആ സ്പേസ് നഷ്ടപ്പെടില്ല. ഒരു റൂഫ് ചെയ്ത പോലെ കിട്ടുകയും ചെയ്യും. എന്നാൽ പ്രൊഡക്ഷൻ കുറച്ച് കൂടുതൽ കിട്ടുകയും ചെയ്യും. നമുക്ക് ഒരു 10% കൂടുതൽ വരും ഇങ്ങനെ ചെയ്യുമ്പോൾ. കുറച്ചും കൂടി പൊക്കത്തിലോട്ട് വരുമ്പോൾ. പിന്നെ ഇതാണ് നമ്മുടെ പാനൽ കഴിഞ്ഞിട്ട് വന്ന ഒരു പ്രധാന ഘടകം ഓൺഗ്രിഡ് സോളാർ ഇൻസ്റ്റാളേഷനിൽ. ഇതിനകത്ത് CDB DCDB പിന്നെ മെയിൻ സംഭവം ഇൻവെർട്ടർ. ഇത് V-Guardന്റെ ഇൻവെർട്ടർ ആണ്. 10 വർഷം ഓൺ സൈറ്റ് വാറന്റി തന്നെ V-Guardന്റെ ഇൻവെർട്ടർ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നമ്മൾ വെച്ചത് ABB മേഴ്സൺ കോമ്പിനേഷനിലുള്ള SPD MCBകളൊക്കെയാണ് വെച്ചേക്കുന്നത്. കാണിച്ചോ, ട്രേ കാര്യങ്ങളൊക്കെ വന്ന് നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്യണത്. ഫുൾ എർത്തിങ് വന്ന് എർത്ത് ബെഞ്ചിൽ കയറിയിട്ടാണ് വീട്ടിലോട്ട് പോണത്. പിന്നെ ഇത് ലൈറ്റിംഗ് എർത്തിൻ്റെ എർത്തിങ് കാര്യങ്ങൾ DCDBയുടെ എർത്തിങ് എല്ലാം ഉണ്ട്. ABB സീറ്റിൽ തന്നെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇങ്ങനെ ഫുൾ ഫിനിഷിങ്ങിലാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. എന്തായി പോയ കാര്യമൊക്കെ സംഭവമൊക്കെ ഓക്കെയാണ്. നമ്മുടെ ഇവിടുത്തെ പോളേട്ടനും മറ്റേ യാക്കോബേട്ടനും മറ്റേ 2-3 വീടുകളൊക്കെ പോയി. അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്കറിയാമല്ലോ സംഭവം. അപ്പൊ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണല്ലോ. അപ്പൊ അവരൊക്കെ വെച്ചിട്ട് എത്ര നാളായി? അവരിപ്പോ ഈ ചേട്ടൻ വെച്ചിട്ട് പോളേട്ടൻ വെച്ചിട്ട് 8 മാസത്തോളായി. പക്ഷെ മറ്റുള്ള ഒരു 3 വർഷമായി. പോളേട്ടന്റെ ബില്ല് നോക്കിയാ ബില്ല് 0 ആണല്ലോ. മീറ്റർ വാടക മാത്രം മതി. മിനിമം ചാർജ് ആയിട്ടുള്ള മീറ്റർ വാടക. എന്താണ് നിഷാന്റെ അഭിപ്രായം? ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ? അല്ല, എനിക്ക് കുഴപ്പമില്ല. സർവീസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമുക്ക് പിന്നെ അറിയുന്ന ആളാണല്ലോ, ഇവിടെ ഉള്ള ആളല്ലോ. അപ്പൊ നമുക്ക് പിന്നെ തന്നെ നമുക്ക് ഇതിനെ പറ്റി ആലോചിക്കാം അല്ലേ? പോരെ. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫ്യൂച്ചർ സോളാറിന്റെ ഒരു സ്ഥാപകൻ എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഇവനെ കണ്ടുമുട്ടണമെന്ന് പറഞ്ഞാൽ പല ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഇവൻ സോളാറിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ബഷീർ ഖാനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്.
പക്ഷെ ഇവിടെ അടുത്തുള്ള മിക്ക വീടുകളിലും ഇവനാണ് ചെയ്തേക്കുന്നത്. ഗ്യാരണ്ടി എന്ന് പറഞ്ഞത് ഇവരെ ഫ്യൂച്ചർ സോളാർ എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളുകളായി? ഞങ്ങൾ 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. പക്ഷെ നീ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്താ? അത് നമ്മൾ ഫ്യൂച്ചറായിട്ട് ഏറ്റവും ഗ്രോത്ത് ഉള്ള ഒരു ബിസിനസ് നോക്കി ചേർന്നാണ്. മിക്കവാറും സോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിക്ക സ്ഥലത്തും കോമ്പറ്റീഷൻ പ്രൈസിലും ഇതിലൊക്കെയാണ് ചെയ്യണത്. നിങ്ങളുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്തില്ലല്ലോ നിങ്ങൾ? ഇല്ല, ക്വാളിറ്റിയിൽ നമ്മൾ എന്തായാലും കോംപ്രമൈസ് ചെയ്യില്ല. അതിനകത്തൊരു ബെസ്റ്റ് റേറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് കൊടുക്കാന്നുള്ള പറഞ്ഞ പോലെ നമുക്ക് മീറ്റർ മേടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ KCB നമുക്ക് മീറ്റർ വെച്ച് നമുക്ക് പ്ലാന്റ് ഓൺ ആക്കാന്നുള്ളൂ. ഒരാഴ്ചക്കുള്ളിൽ എല്ലാം കഴിഞ്ഞ് നമുക്ക് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാം. എയറോൺ സർട്ടിഫിക്കേഷനുള്ള അദാനിയുടെ മോണോപർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ ടോപ്പ് കോൺ എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് മോഡൽ പാനൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ ലൈവായിട്ട് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്യാം. ഇൻവെർട്ടറിൽ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ കേരള ബ്രാൻഡ് ആയിട്ടുള്ള V-Guard 10 വർഷം ഓൺസൈറ്റ് സർവീസ് തന്നെ ഒരു ഇൻവെർട്ടർ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇതിനകത്ത്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രൊട്ടക്ഷൻ ഡിവൈസുകളായിട്ടുള്ള SPD MCB എല്ലാം ABBയുടെ ആണ് ഉപയോഗിക്കുക. കേബിളുകൾ പോളി ക്യാബാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം ഏറ്റവും ഇഷ്ടമായിട്ട് ഒരു മൈന്യൂട്ട് കാര്യമാണെങ്കിൽ പോലും നിലവിൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഉണ്ട്. പാനലിൽ നമുക്ക് 30 വർഷമാണ് വാറന്റി തന്നെ. ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും 30 വർഷം വാറന്റി തന്നെ. പക്ഷെ അതിലൊരു കേസുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ 12 വർഷമാണ് പ്രൊഡക്റ്റ് വാറന്റി ഉള്ളൂ. അതെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടുന്ന ഒരു സംഭവമാണ്. 12 വർഷം പ്രൊഡക്റ്റ് വാറന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പക്ക റീപ്ലേസ്മെന്റ് വാറന്റി. അത് കഴിഞ്ഞിട്ടുള്ളത് ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. പെർഫോമൻസ് വാറന്റി എന്ന് പറയുന്നത് ഞങ്ങൾ എപ്പോഴും കസ്റ്റമർക്ക് വാറന്റി കൊടുക്കുന്നത് 12 വർഷം എന്നാണ്. 30 വർഷം കമ്പനികൾ അട്രാക്ഷൻ ബിസിനസ് ഇതിൽ പറയാറുണ്ട്. നമുക്ക് 12 വർഷമാണ് ഞങ്ങൾ പക്ക റീപ്ലേസ്മെന്റ് വാറന്റി കൊടുക്കുന്നത്. പക്ഷെ സാധനത്തിന്റെ ഗ്യാരണ്ടിയാണ്. പലരും പല റേറ്റ് കമ്മി കൊടുക്കുമ്പോൾ അതിന്റേതായ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാൻഡ് ആയിക്കോട്ടെ പാനലായിക്കോട്ടെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. നമ്മൾ കസ്റ്റമറെ ഫസ്റ്റ് തന്നെ എല്ലാത്തിനെ കുറിച്ചൊന്ന് ബോധവൽക്കരിക്കും. പിന്നെ സാധനങ്ങളാണ് വയ്ക്കുന്നത്, ഇത്ര ദിവസം വർക്ക് തീരും, ഇങ്ങനെയൊക്കെ ബില്ല് വരുള്ളൂ. ഒരിക്കലും 0 ബില്ലാക്കാന്നൊന്നും പറഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യണത്. മിനിമം ബില്ലാണ് വരാം. ഇത്ര ഉപയോഗം കൂടി കഴിഞ്ഞാൽ പിന്നെ ബില്ല് വരാൻ സാധ്യതയുണ്ട്. എല്ലാം കസ്റ്റമറെ നമ്മൾ മനസ്സിലാക്കി കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യണത്. നമുക്കിപ്പോ മിക്ക സ്ഥലത്തും ഇപ്പൊ കറണ്ടിന്റെ ചാർജ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും മിക്കവരും സോളാറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗ്രോയിങ്. അപ്പൊ നമുക്ക് നല്ലൊരു കമ്പനി, നമുക്ക് ഗ്യാരണ്ടിയോടുള്ള കമ്പനി നമുക്ക് തിരഞ്ഞെടുക്കാം. ഫ്യൂച്ചർ സോളാർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ പരമാവധി ഷെയർ ചെയ്യാൻ നമ്മൾ ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ നല്ല സർവീസ് ആയിരിക്കും. നമ്മളിപ്പോൾ കണ്ടേക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പരിചയത്തിലുള്ള ആൾക്കാരായിരുന്നു. എല്ലാവരും നല്ല റിസൾട്ടാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ നല്ല റിസൾട്ട് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് പല പല കമ്പനികൾ അന്വേഷിക്കണം. അവർ പല കമ്പനികൾ നടത്തുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല സ്ഥലത്തൊക്കെ പോയിരിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ അറിയാം ഏതൊക്കെ നല്ല പ്രോഡക്റ്റുകളാണ്, എങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആളെ വിശ്വസ്തയോട് കൂടിയാണ് ഇവനെ ഏൽപ്പിച്ചത്. നല്ലൊരു വർക്കാവട്ടെ. ഇനിയും നിങ്ങൾ ഉയരത്തിലേക്ക് എത്തട്ടെ നിങ്ങളുടെ കമ്പനി. ഓക്കെ, താങ്ക് യു.